ഹായ് ഗായ്സ്, അപ്പോൾ ഇത് നല്ലൊരു ഇളനീർ പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഈ ഇളനീരിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുക. ഈ പൾപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊരു 4 പീസ് വേറെ മാറ്റി വെക്കണം. ലാസ്റ്റ് 3-4 പീസ് മാറ്റി വെക്കുക. ലാസ്റ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് ആ പായസത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇളനീരിൻ്റെ വെള്ളം തന്നെ എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. വല്ലാതെ ലൂസായി പോകണ്ട കേട്ടോ. പിന്നെ ഒരു 4 ഏലക്കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ഏലക്കായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് മാറ്റി വെക്കുക. പിന്നെ ഞാൻ 2 പാക്കറ്റ് പാലാണ് എടുത്തത്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് മിൽക്ക് മെയ്ഡും ഒഴിച്ചെടുക്കുക. ഈ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഒഴിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒന്ന് ആ പാലൊന്ന് കുറുകി വരാനുണ്ട്. പിന്നെ മധുരം അത്യാവശ്യം നല്ലോണം വേണം, കാരണം ഇത് നമ്മൾ തണുപ്പിച്ചിട്ടാണ് കുടിക്കുക ഈ പായസം. അപ്പോൾ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് ആ തണുക്കുമ്പം മധുരം പാകമാവുള്ളൂ. അങ്ങനെ പിന്നെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ടാണ് പിന്നെ അതിലേക്ക് ആ ഇളനീർ നമ്മൾ അടിച്ച് വെച്ച ഇളനീരിൻ്റെ മിക്സൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. പാലൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം അതൊഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇളനീരിൻ്റെ പീസസ് ഉണ്ടാവും, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചിട്ടാണ് ഈ പായസം കുടിക്കട്ടോ. ഇപ്പോൾ കല്യാണ വീടുകളിലൊക്കെ ട്രെൻഡിങ് ആയി കളിക്കുന്ന ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.